നമസ്കാരം. 2004 മുതൽ 2013 വരെയുള്ള കാലഘട്ടങ്ങളിൽ കോൺഗ്രസ് നയിച്ചിരുന്ന UPA ഗവൺമെൻറ് എത്തരത്തിലാണ് ഭാരതത്തിലുടനീളം കുഴപ്പങ്ങൾ വിതയ്ക്കുവാൻ ശ്രമിച്ചിരുന്ന ഭീകരവാദ ഘടകങ്ങളെ പിന്തുണച്ചിരുന്നത് എന്നതിനെ സംബന്ധിച്ച് BJP വക്താവും MP-യുമായിട്ടുള്ള സംബിത് പത്ര ലോക്സഭയിലേക്ക് കഴിഞ്ഞ ദിവസം ഒരു തുറന്നു പറച്ചിൽ തന്നെ നടത്തി. അദ്ദേഹത്തിൻ്റെ ഈ തുറന്നു പറച്ചിൽ ഏതാണ്ട് കോൺഗ്രസിൻ്റെ മുഖംമൂടി പൂർണ്ണമായി വലിച്ചു കീറി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളിൽ ചില ഘടകങ്ങൾ വളരെയധികം ശ്രദ്ധേയമായ കാര്യങ്ങളാണ്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്ന് പ്രത്യേകമായി ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ കാര്യം നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാകും. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, 2011 ഒഡീസയിൽ നിന്ന് ഒരു ഡിസ്ട്രിക്ട് കളക്ടറെ, വിനീൽ കുമാർ എന്നുള്ള ഡിസ്ട്രിക്ട് കളക്ടറെ മാവോയിസ്റ്റ് ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയി. അതേ തുടർന്ന് ഗവൺമെൻറ് മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള എല്ലാ നടപടികളും തൽക്ഷണം നിർത്തിവെക്കുകയും കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് നിർത്തിവെപ്പിക്കുകയും മാവോയിസ്റ്റുകളുമായിട്ടുള്ള ഒരു ആശയ സംവാദം നടത്തുകയും ഒരു ആശയവിനിമയം നടത്തി വിലപേശലുകൾ നടത്തി ഏതാണ്ട് 9ഓളം മാവോയിസ്റ്റ് ഭീകരവാദികളെ ജയിലിൽ നിന്ന് വിട്ടയച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് ശോഭ എന്നാണ്. 9 അല്ല 8 ആണെന്ന് തോന്നുന്നു. നമ്പർ സബ്ജക്റ്റ് കറക്ഷൻ, കാരണം 8 മാവോയിസ്റ്റ് ഭീകരവാദികളെ, ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്ന മാവോയിസ്റ്റ് ഭീകരവാദികളെ ഈ വിനീൽ കുമാർ എന്ന കളക്ടറെ വിട്ടുകിട്ടുവാൻ വേണ്ടി UPA സർക്കാർ വിട്ടയച്ചു. അതിൽ പ്രധാനപ്പെട്ട ഒരു പേര് ഞാൻ പറഞ്ഞതുപോലെ ശോഭ എന്ന പേരാണ്. ഈ പേരിൻ്റെ പ്രത്യേകത എന്താണെന്ന് സംബിത് പത്ര ലോക്സഭയിൽ തുറന്നു പറഞ്ഞു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഈ ശോഭ പിൽക്കാലത്ത്, അതായത് ഏറെ താമസിയാതെ തന്നെ, ഹർഷ് മന്ദർ എന്ന വ്യക്തി നടത്തുന്ന ഒരു അനാഥാലയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഏതാണ്ട് പൂർണ്ണ നടത്തിപ്പുകാരിയായി തന്നെ പ്രവർത്തിച്ച് വന്നിരുന്നു. ആരാണ് ഈ ഹർഷ് മന്ദർ? ഈ ഹർഷ് മന്ദർ എന്ന വ്യക്തി UPA അന്നത്തെ സൂപ്പർ പ്രധാനമന്ത്രി എന്ന് തന്നെ പറയാവുന്ന സോണിയാഗാന്ധിയുമായിട്ട് ഏറ്റവും അടുപ്പം പുലർത്തുന്ന ഒരു വ്യക്തിയുമാണ്. തന്നെയുമല്ല, ആ കാലഘട്ടത്തിൽ UPA സർക്കാരുകളുടെ 2 UPA സർക്കാരുകളുടെ കാലഘട്ടത്തിലും നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി കൗൺസിലിലെ NSA കൗൺസിലിലെ ഒരു പ്രധാന ഘടകവും ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്ന വ്യക്തിയും, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സോണിയാഗാന്ധിയുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയുമാണ്. ആലോചിച്ച് നോക്കൂ, ഭാരതത്തിൻ്റെ സുരക്ഷയെ സംബന്ധിച്ചിട്ടുള്ള പരമപ്രധാനമായ തീരുമാനങ്ങൾ എടുക്കേണ്ട നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി കൗൺസിലിലെ ഒരു പ്രധാന അംഗം നടത്തുന്ന അല്ലെങ്കിൽ നടത്തിയിരുന്ന അനാഥാലയത്തിൽ അതിൻ്റെ പ്രധാന നടത്തിപ്പുകാരിയായി പിൽക്കാലത്ത് ചുമതലയേൽക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ഭീകരവാദ പ്രവർത്തനത്തിലൂടെ ജയിലിൽ നിന്ന് മോചിതയാക്കപ്പെട്ട ശോഭ എന്ന വ്യക്തിയാണ്. അതിൽ നിന്ന് തന്നെ UPA സർക്കാരിൻ്റെ മാവോയിസ്റ്റ് ഭീകരവാദികളോടുള്ള ഒരു നയം എന്തായിരുന്നു, അല്ലെങ്കിൽ മനോഭാവം, പരസ്യമായിട്ടുള്ളൊരു മനോഭാവമല്ല, രഹസ്യമായിട്ടുള്ളൊരു മനോഭാവം എന്തായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത് സംബിത് പത്ര വളരെ കൃത്യമായി തന്നെ ലോക്സഭയിൽ തുറന്നു കാട്ടി. കഴിഞ്ഞില്ല, ഇനി ഈ ഒരു കാര്യത്തിൽ ഒരു മനോഭാവത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഇത് മാവോയിസ്റ്റ് ഭീകരവാദികളോട് മാത്രമല്ല ഇത്തരത്തിലൊരു മനോഭാവം സോണിയാഗാന്ധിയും UPAയും പുലർത്തിയിരുന്നത്. സോണിയാഗാന്ധിയുടെ കീഴിൽ നിന്ന് തന്നെ പറയണം, കാരണം സോണിയാഗാന്ധി സൂപ്പർ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചിരുന്ന സർക്കാരുകളായിരുന്നു 2 UPA സർക്കാരുകളും. 1ാം UPA സർക്കാരാവട്ടെ 2ാം UPA സർക്കാരാവട്ടെ. പേരിന് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആയിരുന്നെങ്കിലും അദ്ദേഹത്തിന് മൗനി മോഹൻ സിംഗ് തുടങ്ങിയ ഇരട്ട പേരുകൾ ചാർത്തി നൽകിയത് ഇത്തരത്തിലുള്ളൊരു വിധേയത്വത്തോടുകൂടി സോണിയാഗാന്ധിയുടെ കീഴിൽ ഒരു കളിപ്പാവ പ്രധാനമന്ത്രിയായി പ്രവർത്തിച്ചത് കൊണ്ട് തന്നെയാണെന്നുള്ള കാര്യം ലോകമറിയുന്ന സത്യമാണ്. വിഷയത്തിലേക്ക് തിരിച്ചു വന്നാൽ സോണിയാഗാന്ധിയുടെ ഇത്തരത്തിലുള്ള ഭീകരവാദ ഘടകങ്ങളോടുള്ള ഒരു മനോഭാവം പലപ്പോഴും രഹസ്യമായിരുന്നു, പരസ്യമായി തന്നെ പലപ്പോഴും പുറത്തു വന്നിട്ടുണ്ട്. അതിനൊരു ഉദാഹരണം 2008 ബാട്ട്ല ഹൗസ് എൻകൗണ്ടർ. പലരുടെയും ഓർമ്മകളിൽ നിന്ന് അത് മറഞ്ഞുപോയി കാണും. ഇന്ത്യൻ മുജാഹിദീൻ എന്ന ഭീകര സംഘടനയുടെ പ്രവർത്തകരെ ഡൽഹി പോലീസിൻ്റെ സ്പെഷ്യൽ സെൽ ഡൽഹിയിലെ ബാട്ട്ല ഹൗസിൽ വെച്ച് അവരെ കണ്ടുപിടിക്കുകയും അവരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ അവരിൽ കുറേയധികം ഭീകരവാദികളെ വധിക്കുകയും ചെയ്തു. ഈ സംഭവത്തെ കുറിച്ച് പിൽക്കാലത്ത് UPAയിൽ യൂണിയൻ ലോ മിനിസ്റ്ററായിരുന്ന സൽമാൻ ഖുർഷിദ് പറഞ്ഞിരുന്നത്, ബാട്ട്ല ഹൗസ് എൻകൗണ്ടറിൽ, ബാട്ട്ല ഹൗസ് ആക്രമണത്തിൽ അല്ലെങ്കിൽ ബാട്ട്ല ഹൗസിലെ പോലീസ് ആക്ഷനിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളുടെ ചിത്രങ്ങൾ കണ്ടപ്പോൾ സോണിയാഗാന്ധി ദുഃഖം താങ്ങവയ്യാതെ പൊട്ടിക്കരഞ്ഞു എന്നാണ്. ഇത് സോണിയാഗാന്ധി ഒരു കാലത്തും നിഷേധിച്ചിട്ടുമില്ല. സൽമാൻ ഖുർഷിദ് പറഞ്ഞ വാർത്തകൾ നിങ്ങൾക്ക് ഇപ്പോഴും, ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ച വാർത്തകൾ നിങ്ങൾക്കിപ്പോഴും ഇൻ്റർനെറ്റിൽ ലഭ്യമാണ്. പൊതുമണ്ഡലങ്ങളിൽ അതിൻ്റെ വീഡിയോ വരെ ലഭ്യമാണ്. ഇത് ഞാൻ വെറുതെ എൻ്റെ ഭാവനയിൽ നിർമ്മിച്ച് പറയുന്നൊരു കാര്യമല്ല. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു മനോഭാവമാണ് UPA സർക്കാർ പൊതുവെ സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ ഭീകരവാദ ഘടകങ്ങളോട് പുലർത്തിയിരുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലൊരു
മനോഭാവം പുലർത്തിയിരുന്നതെന്ന് ചിന്തിക്കേണ്ട കാര്യമാണ്. ആ ചിന്ത ഭാരതീയരിൽ ഉണർത്തുവാൻ വേണ്ടി കൂടിയാണ് സംബിത് പത്ര ഇത്രയും വ്യക്തമായ കാര്യങ്ങൾ ലോക്സഭയിൽ അധികാരപൂർവമായിട്ടുള്ള ആധികാരികമായ തെളിവുകളോടുകൂടി, കാരണം ലോക്സഭയിൽ പറയുന്നൊരു കാര്യം കൃത്യമായിട്ടുള്ളൊരു റെക്കോർഡായിട്ട് കാലാകാലങ്ങളിൽ അത് കിടക്കും, സ്പീക്കറോ മറ്റാരെങ്കിലുമോ എന്തെങ്കിലും കാരണവശാൽ അത് നീക്കം ചെയ്യുന്നത് വരെ. അപ്പോൾ ഇത്രയും ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ സംബിത് പത്ര ലോക്സഭയിൽ പറയുമ്പോൾ ഉത്തരവാദിത്വത്തോടു കൂടി മാത്രമേ ലോക്സഭയിൽ ഇത്തരം കാര്യങ്ങൾ പറയുവാൻ സാധിക്കുകയുള്ളൂ. സാധാരണക്കാർക്ക്, രാഹുൽ ഗാന്ധിയെ പോലുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്, അവർക്ക് വ്യാജ ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുവാനുള്ള അധികാരമുണ്ടെന്നാണ് അവർ കരുതുന്നത്. വിഷയത്തിൽ നിന്ന് വീണ്ടും തന്നെ മാറുന്നു. സംബിത് പത്രയിലേക്ക് തിരിച്ചു വന്നാൽ ഇത്രയും ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്തുകൊണ്ട് പറയുന്നു എന്ന് ചിന്തിച്ചാൽ കൃത്യമായി വ്യാജ ഗാന്ധി കുടുംബം, കോൺഗ്രസിൻ്റെ തലപ്പത്തിരിക്കുന്ന വ്യാജ ഗാന്ധി കുടുംബത്തിൻ്റെ മുഖം മൂടി വലിച്ചു കീറുവാൻ വേണ്ടി തന്നെയാണ് എത്തരത്തിലായിരുന്നു അവർ ഭാരതത്തിനെ നാശത്തിൽ നിന്ന് നാശത്തിലേക്ക് നയിച്ചു കൊണ്ടിരുന്നത് എന്ന് ഭാരതീയർക്ക് മുമ്പിൽ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ വ്യക്തതയോടെ അവതരിപ്പിക്കുവാൻ വേണ്ടി തന്നെയാണ് സംബിത് പത്ര ലോക്സഭയിൽ ഇക്കാര്യങ്ങൾ ഉദ്ധരിച്ചത്. തന്നെയുമല്ല, ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ കീഴിൽ മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്നുള്ള സ്വപ്നം ഏതാണ്ട് പൂർണ്ണമായി സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്ന അവസരവും കൂടിയാണ്. കാരണം രാജ്യത്തെ ആഭ്യന്തരമന്ത്രിയായ അമിത്ഷായുടെ നേതൃത്വത്തിൽ കൃത്യമായ പ്ലാനിങ്ങും കണക്കുകൂട്ടലും ഒക്കെ നടത്തി മാവോയിസ്റ്റുകളെ ശക്തി ഉപയോഗിക്കേണ്ടടുത്ത് ശക്തി ഉപയോഗിച്ചും തന്ത്രം ഉപയോഗിക്കേണ്ടടുത്ത് തന്ത്രം ഉപയോഗിച്ചും സമാധാന ചർച്ചകൾ നടത്തേണ്ടടുത്ത് അത് ചെയ്തും അവരെ പലരെയും ഒരുപാട് ഭീകരവാദത്തിൻ്റെ ഉള്ളറകളിലേക്ക് പോയിട്ടില്ലാത്തവരെ തിരികെ കൊണ്ടുവരുവാൻ ഉള്ള സമാധാന ചർച്ചകൾ നടത്തണമെങ്കിൽ അത്തരത്തിലുള്ള പ്രവൃത്തികളിലൂടെ മാവോയിസ്റ്റ് ബാധിത പ്രദേശങ്ങളിൽ സാമ്പത്തിക വികസനം കൊണ്ടുവന്നും ഇത്തരത്തിലുള്ള വിവിധ പദ്ധതികളിലൂടെ മാവോയിസ്റ്റുകൾ ഏതാണ്ട് പൂർണ്ണമായി തന്നെ ഭാരതത്തിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാർ തുടച്ചു നീക്കി കഴിഞ്ഞു. ആ അവസരത്തിലാണ് മാവോയിസ്റ്റുകളോട് നരേന്ദ്രമോദി സർക്കാരും UPA സർക്കാരും സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള, ഇത് ഓരോ തവണയും എടുത്തു പറയുന്നതിൻ്റെ കാര്യം സോണിയാഗാന്ധി തന്നെയായിരുന്നു അതിൻ്റെ സൂപ്പർ പ്രധാനമന്ത്രി. അവരുടെ പരിപൂർണ നിയന്ത്രണത്തിലായിരുന്നു 2 UPA സർക്കാരുകളും ചലിച്ചിരുന്നത്. അതിലൊരു സംശയവും വേണ്ട. അത്തരത്തിലുള്ളൊരു മനോഭാവം അവർ എന്തുകൊണ്ട് വെച്ച് പുലർത്തി എന്നുള്ളതിനെ സംബന്ധിച്ച് ഭാരതീയർ ചിന്തിക്കേണ്ട ആവശ്യകത ഇപ്പോഴും നിലനിൽക്കുന്നു എന്നത് ഓർമ്മിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് സംബിത് പത്ര ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകൾ ലോക്സഭയിൽ നടത്തിയത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു ഭീകരവാദ ഘടകങ്ങളോടൊരു അനുകൂല മനോഭാവം അല്ലെങ്കിൽ ഒരു സൗമ്യ മനോഭാവം പോലുമല്ല, അവരെ സംരക്ഷിക്കുന്ന, അവരെ പിന്താങ്ങുന്ന മനോഭാവം UPA സർക്കാർ, പ്രത്യേകിച്ച് വ്യാജ ഗാന്ധി കുടുംബം എന്തുകൊണ്ട് വെച്ച് പുലർത്തി എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം വളരെ ലളിതമാണ്. ഒരു കാലത്തും ഭാരതത്തോട് ദേശസ്നേഹത്തോടു കൂടി പെരുമാറുവാനുള്ള ഒരു മനോഭാവം ഇവരിലുണ്ടായിരുന്നില്ല. അത് ചൈനയെ ഭായ് ഭായ് എന്ന് വിളിച്ച് നമ്മുടെ 30,000 സ്ക്വയർ കിലോമീറ്ററോളം ഭൂമി ചൈനയ്ക്ക് കയ്യേറുവാൻ വിട്ടുകൊടുത്ത നെഹ്റുവിൻ്റെ കാലം മുതൽ തുടങ്ങി ഇവിടെ ഇപ്പോൾ രാജ്യത്ത് മുഴുവൻ ഓടി നടന്ന് കുഴപ്പങ്ങൾ സൃഷ്ടിക്കുവാൻ അനുദിനം പുതിയ പുതിയ വ്യാജ പ്രചരണങ്ങളുമായി ഇറങ്ങുന്ന വ്യാജ ഗാന്ധി, രാഹുൽ ഗാന്ധി വരെ ഉള്ള തലമുറ എടുത്തു നോക്കിയാൽ ഈ വ്യാജ ഗാന്ധി കുടുംബത്തിന് ദേശസ്നേഹം എന്നുള്ളൊരു കാര്യം തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കുവാൻ സാധിക്കും. അത് വെറുമൊരു ആരോപണമല്ല. ഓരോ സാഹചര്യത്തിലും ഇവരുടെ പ്രവർത്തികളും വാചകങ്ങളും വർത്തമാനങ്ങളും അല്ലെങ്കിൽ ഇവർ നടത്തുന്ന പ്രസ്താവനകളും ഒക്കെ പരിശോധിച്ചാൽ തന്നെ അത് ഏതൊരു ഭാരതീയനും വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. ഇത്തരത്തിലുള്ളൊരു തുറന്നുകാട്ടൽ ഭാരതീയരുടെ മുമ്പിൽ വളരെ അത്യാവശ്യമായൊരു ഘട്ടത്തിലൂടെയാണ് ഭാരതം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു കാലഘട്ടത്തിലൂടെയാണ് ഭാരതം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നതുകൂടി മനസ്സിൽ കണ്ടുകൊണ്ടാണ് BJP ഇത്തരത്തിലൊരു നീക്കം സംബിത് പത്രയിലൂടെ നടത്തിയിരിക്കുന്നതെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അപ്പോൾ ഈ ഒരു തുറന്നുകാട്ടലിലൂടെ എന്തെങ്കിലും പ്രത്യേകിച്ച് ഫലമുണ്ടാകുമോ? ഈ ഒരു തുറന്നുകാട്ടൽ കൊണ്ട് സോണിയാഗാന്ധി ബാട്ല ഹൗസിൽ കൊല്ലപ്പെട്ട ഭീകരവാദികളെ, ഇസ്ലാമിക ഭീകരവാദികളുടെ ചിത്രങ്ങൾ കണ്ട് പൊട്ടിക്കരഞ്ഞു. ഇത് ഭരണഘടനാ പ്രകാരം കുറ്റകരമായിട്ടുള്ളൊരു കാര്യമാണോ? അവരെ ശിക്ഷിക്കുവാൻ സാധിക്കുമോ? ഇല്ല. പക്ഷേ ഇതൊരു മനോഭാവമാണ്. ഒരു കുറ്റകൃത്യം ചെയ്യുക എന്നുള്ളതും ഒരു ഭീകരവാദത്തിൻ്റെ മനസ്സുകൊണ്ട് പിന്താങ്ങുക, അതും ഇത്രയും വലിയൊരു അധികാര സ്ഥാനത്തിരുന്ന് കൊണ്ട് മനസ്സുകൊണ്ട് ഭീകരവാദത്തെ പിന്തുണയ്ക്കുക എന്നുള്ളതും രണ്ടും രണ്ടാണ്. രണ്ടാമത് പറഞ്ഞത്, ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന മനോഭാവം കൂടുതൽ ഗുരുതരമായിട്ടുള്ള ഒരു പ്രശ്നമാണ് ദേശത്തെ സംബന്ധിച്ച്. ഈ രാഷ്ട്രത്തെ സംബന്ധിച്ച് അത്രയും ഗുരുതരമായൊരു പ്രശ്നത്തിന് പക്ഷേ ദൗർഭാഗ്യവശാൽ ഭാരതത്തിലെ നിയമസംഹിതയനുസരിച്ച് ശിക്ഷകളൊന്നുമില്ല. അതിൻ്റെ ശിക്ഷ വിധിക്കുവാനുള്ള അധികാരം ജനാധിപത്യപരമായിട്ട് ജനങ്ങളുടെ കയ്യിൽ മാത്രമാണ്. എന്താണ് ആ ശിക്ഷ? കഴിയുന്ന കാലത്തോളം, അത് ഇനി ഒരിക്കലും തിരിച്ചു വരാത്തവണ്ണം ഈ വ്യാജ ഗാന്ധി കുടുംബത്തെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്തുക എന്നത് മാത്രമാണ് ആ ശിക്ഷ. അത് ഭാരതീയ
ജനത, ഭാരതീയ ജനതാ പാർട്ടിയല്ല, ഭാരതത്തിൻ്റെ ജനത എന്നുള്ള രീതിയിൽ ഭാരതീയ ജനത 2014 നടപ്പിലാക്കി, ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇനിയും അത് തുടർന്നുകൊണ്ടേയിരിക്കണമെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ് സംബിത് പത്ര ലോക്സഭയിൽ ഈ വെളിപ്പെടുത്തലുകളിലൂടെ നടത്തിയത്. അപ്പോൾ എന്തായാലും ഭാരതത്തിലെ ജനത ഇത് ചിന്തിക്കുന്നുണ്ട്. കേരളത്തിലെ ജനതയും കൂടി ഇത് ചിന്തിക്കേണ്ട ഒരു ആവശ്യകതയെക്കുറിച്ച് നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കാനാണ് ഈ വിവരം നിങ്ങളുടെ മുമ്പിലൊന്ന് വിശദമായി ഒരു വിശകലന രൂപത്തിൽ അവതരിപ്പിച്ചത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.